നമസ്കാരം. ജന്മഭൂമി 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. ശശിയുടെ പീഡനത്തിന് തീവ്രത കുറവാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ PK ശ്രീമതിക്കും പാർട്ടി കമ്മീഷനും ശശിയുടെ തീവ്രതയുടെ കരുത്ത് ഇപ്പോൾ പിടികിട്ടി കാണും. ലോക ചരിത്രത്തിൽ ആദ്യമായി പീഡനത്തിന്റെ തീവ്രത അളക്കാനുള്ള ഉപകരണം കണ്ടെത്തിയ പാർട്ടിക്കിട്ടാണ് ശശിയുടെ ആക്രമണം. മണ്ണാർക്കാട്ടെ CPM-കാർ ഇപ്പോൾ പറയുന്നത് ശശി വെറും ശശിയാണെന്നാണ്. CPM-ലുള്ളപ്പോൾ PK ശശി അല്ലെങ്കിൽ വെറും ശശി എന്നതാണ് അവരുടെ മുദ്രാവാക്യം. അതെന്തായാലും ശശി മണ്ണാർക്കാട്ട് അടിച്ച അടി മാരകമാണ്. ശശിയുടെ പീഡനവും മുസ്ലിം പവർ ആക്ഷേപവും ഒക്കെ പഴയ കൗണ്ടർ ആയതുകൊണ്ട് കിണർഗോലു ടീമിനെ പുത്തൻ ക്യാപ്സ്യൂളുകൾ പരതുന്നതാവും നല്ലത്. പിണറായി ജൂനിയേഴ്സിന്റെ ഹരവും ജാതിരഹിത സമാജ നിർമ്മിതിക്കായി കഠിനാധ്വാനം ചെയ്ത് കളയുമെന്ന് പിന്നാക്കക്കാരിയായ സഹപ്രവർത്തകയോട് പാർട്ടി മോഡൽ നവോത്ഥാന ഗർജനം നടത്തുകയും ചെയ്ത യൂത്ത് ഐക്കൺ ആർഷോ ശശിയുടെ അടിയേറ്റ് വീണിട്ട് എഴുന്നേറ്റിട്ടില്ല. കഞ്ചാവും കള്ളുമാണ് CPM-ന്റെ നേതൃബലമെന്ന് പതിറ്റാണ്ടുകളോളം കൂടെ കിടന്ന ശശി തന്നെ വിളിച്ചു കൂവുമ്പോൾ നമ്മൾ എന്തിനു വിശ്വസിക്കാതിരിക്കണം? എറണാകുളത്ത് നിന്ന് ഒരു സത്യമെന്ന് ശശി പറഞ്ഞപ്പോഴേക്കും മണ്ണാർക്കാട്ട് തടിച്ചുകൂടിയ സദസ്സിനിടയിൽ ആർഷോ എന്ന് ആരോ ആർപ്പ് വിളിച്ചു പോലും. ശശി പേര് പറഞ്ഞില്ലെങ്കിലും സഖാക്കൾ ആവർത്തിച്ചത് ആർഷോയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിന് വിശ്വസിക്കാതിരിക്കണം? പോരാഞ്ഞ് എറണാകുളത്ത് നിന്ന് എത്തിയ സത്യത്തിന്റെ ലക്ഷണശാസ്ത്രവും ശശി വിളമ്പുന്നുണ്ട്. അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് കഞ്ചാവടിക്കും. ഇങ്ങനെ നിവർന്നു നിൽക്കില്ല. അടുത്ത് നിൽക്കുന്നയാളുടെ മേൽ ചാരിയിട്ട നിൽക്കുക. കാരണം എപ്പോഴാ വീഴുക എന്നറിയില്ല. ചാരി നിന്നിട്ട ഓന്റെ പ്രസംഗം ഫോട്ടോ കണ്ടിട്ടില്ലേ? ശശി വിളമ്പിയ ഈ ഭക്ഷണശാസ്ത്രം വച്ചാണ് നാട്ടുകാർ യൂത്ത് ഐക്കണെ കണ്ടെത്തിയതും ആരാധകർ PK ശശി വെറും ശശിയാണെന്ന് രാത്രി വെളുത്തപ്പോൾ മുതൽ ഓരിയിടുന്നതും. ആർഷോയ്ക്ക് ഇതൊക്കെ ഒരു സന്തോഷം മൂടാണ്. മുട്ടുകാലി തല്ലി ഒടിക്കും, തല വെട്ടിക്കളയും തുടങ്ങി റീത്ത് വെക്കലും കുഴിമാടമൊരുക്കലും വരെയുള്ള സകലമാന തറക്കളിയും പാർട്ടിക്കാരുടെ കൂടെ നടന്ന് പഠിച്ച ശശിക്ക് ഇപ്പോൾ CPM-കാരെ കുറിച്ചും കൃത്യമായ വിലയിരുത്തലുണ്ട്. അത് പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോൾ നമ്മൾ എന്തിന് വിശ്വസിക്കാതിരിക്കണം? പാർട്ടിയുടെ തെമ്മാടിത്തരങ്ങൾ അനുസരിക്കുന്നവർക്ക് മാത്രമേ CPM-ൽ നിൽക്കാൻ പറ്റൂ എന്നാണ് ശശി നടത്തിയ ആ ഏറ്റുപറച്ചിൽ. തുടർന്നുള്ളതും കേൾക്കാൻ ത്രാണിയുള്ള CPM-കാർ കാതു തുറന്ന് കേൾക്കണം. നിങ്ങളുടെ ധിക്കാരത്തിന്റെ മുന്നിൽ വായുപൊത്തി നിൽക്കാൻ നായ്ക്കളെ കിട്ടൂ. ഉശിരുള്ള ഒറ്റ കമ്മ്യൂണിസ്റ്റിനെ കിട്ടില്ല. പിറകെ വാലാട്ടി നടക്കാൻ നായ്ക്കളെ കിട്ടും നിങ്ങൾക്ക്. കമ്മ്യൂണിസ്റ്റുകാരെ കിട്ടില്ല. CPM-കാരെ കുറിച്ചുള്ള ശശിയുടെ ഈ നിരീക്ഷണവും ലക്ഷണശാസ്ത്രം വെച്ച് പരിശോധിക്കാവുന്നതാണ്. കള്ളുകച്ചവടക്കാരൻ CPM-ന്റെ നേതാവായിരിക്കുന്നുവെന്ന ശശിയുടെ ഇരുതല മൂർച്ചയുള്ള ആക്രമണത്തിന് പിന്നാലെ കോടാലിയും വെട്ടുകത്തിയുമായി ഇറങ്ങിയത് പാലക്കാട്ടെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ്. കുറെ കാലം MLA-യും പാർട്ടിക്ക് കൺകണ്ട നേതാവും പൊന്നോമനയുമായിരുന്ന ശശിയെ ജില്ലാ സെക്രട്ടറി വിളിച്ച ഒന്നിനും കൊള്ളാത്തവനെന്നാണ്. ശശിയുടെ തീവ്രത ഇനി VD സതീശൻ അളക്കട്ടെ എന്ന സുരേഷ് ബാബുവിന്റെ പരിഹാസം PK ശ്രീമതിയുടെയും AK ബാലന്റെയും നെഞ്ചത്തും കഠാര കയറ്റുന്നതിന് തുല്യമാണ്. എന്തായാലും ശശി വലിച്ചു പുറത്തിടുന്നത് CPM-ന്റെ നാറിയ മുഖമാണ്. ശശിക്കെതിരെ എന്ന പേരിൽ പാർട്ടി സഖാക്കന്മാരും നേതാക്കന്മാരും വിളിച്ചു പറയുന്നതും ഇത്രകാലം ആ പാർട്ടി നാട്ടുകാരോട് ചെയ്ത തെമ്മാടിത്തരങ്ങളാണ്. ഇമാതിരി ഒരു പാർട്ടിയെ ചുമക്കേണ്ടി വന്നവർക്കെല്ലാം പാഠമാണ് മണ്ണാർക്കാട്ട് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഈ തെറിപ്പാട്ടുകളെന്നേ പറയാനുള്ളൂ.